നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. ഖിയാമത്ത് നാളിൽ ഖുർആനിന്റെ സാഹിബിന് വേണ്ടി ഖുർആൻ ശുപാർശയുമായി വരുമെന്നാണ്. ആ ശുപാർശ അല്ലാഹു സ്വീകരിക്കുന്നത് വരെ അല്ലാഹുവിനോട് ഖുർആനിന്റെ ആൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ടുമുട്ടുന്നത് ഖുർആനിനെയാണ്. ഖുർആൻ പറയും അന സാഹിബുക്കൽ ഖുർആൻ, നീ എപ്പോഴും ജീവിതത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്ന നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ് ഞാൻ എന്ന് പറയപ്പെടും. അങ്ങനെ ഫയുഅ്തൽ മുൽക യമീന, വലതുഭാഗത്ത് എന്നെന്നും അവശേഷിക്കുന്ന ചില ആധിപത്യങ്ങൾ അല്ലാഹു ആ വ്യക്തിക്ക് നൽകും സ്വർഗ്ഗലോകത്തിൽ. വൽ ഖുൽദ ബിശിമാലി, നിത്യവാസം ഇടതുഭാഗത്തും നൽകും. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ബഹുമാനത്തിന്റെ ആദരവിന്റെ കിരീടം തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും. ആ വ്യക്തിക്ക് മാത്രമല്ല, വയുക്സ വാലിദാഹു ഹുല്ലതാൻ, ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് വരെ വമ്പിച്ചതായ ആഭരണങ്ങളും ഉടയാടകളും വസ്ത്രങ്ങളും അണിയിക്കപ്പെടും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്കുള്ളതാണ്. ഇഖ്റ വറത്തിൽ വറഖ കമാ കുൻത തുറത്തിലു ഫി ദുനിയ, ഖുർആനോദി സ്വർഗ്ഗത്തിന്റെ ദർജയിലേക്ക് കയറിപ്പോയിക്കോ എന്ന് പറയുമെന്നാണ്. ഏറ്റവും നന്നായി ഖുർആൻ കൈകാര്യം ചെയ്ത വ്യക്തിയാണെങ്കിൽ ഫി അഅല ദറജിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന ദർജയിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നിന്ന് ഒരിക്കലും അലസത കാണിച്ചു മടിയന്മാരായി നമ്മൾ മാറി നിൽക്കാൻ പാടില്ല.